രാജ്യത്തെ വിമാനത്താവളങ്ങളുടെ പരിധിയിൽ GPS സ്പൂഫിംഗ് നടന്നെന്ന് കേന്ദ്ര സർക്കാർ. പാർലമെന്റിലാണ് ഇക്കാര്യം അറിയിച്ചത്. പ്രധാന വിമാനത്താവളങ്ങളെ സ്പൂഫിംഗ് ബാധിച്ചു. ഡൽഹി വിമാനത്താവള പരിധിയിൽ ഉൾപ്പെടെയാണ് സ്പൂഫിംഗ് നടന്നത്. തെറ്റായ റേഡിയോ സിഗ്നലുകൾ അയച്ച് വിമാനങ്ങളുടെ വഴിതെറ്റിക്കുന്ന രീതിയാണ് GPS സ്പൂഫിംഗ്. തൗഫീഖ് അസ്ലം ചേരുന്നു. ഗുരുതരമായ വിഷയമാണ് തൗഫീഖ്. എന്താണ് ഇത് സഭയിൽ എങ്ങനെയാണ് അവതരിപ്പിച്ചത്? എന്താണ് സാഹചര്യം? തന്നെ വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡുവാണ് ഇക്കാര്യം ഇന്ന് സഭയിൽ അറിയിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾ നേരത്തെ തന്നെ ഉയർന്നു വന്നിരുന്നു. കാരണം ഈ രാജ്യത്ത് GPS സ്പൂഫിംഗ് വിവിധയിടങ്ങളിൽ നടക്കാറുണ്ട്. വിവിധ രാജ്യങ്ങൾ തമ്മിൽ യുദ്ധങ്ങൾ നടക്കുമ്പോഴാണ് ഇത്തരത്തിൽ കൂടുതലായി ഉപയോഗിക്കുന്നത്. പ്രധാനമായും ഈ യുദ്ധങ്ങൾ നടക്കുന്ന സമയത്ത് യുദ്ധവിമാനങ്ങളെ വഴിതെറ്റിക്കാൻ മറ്റുമായിട്ടാണ് ഈ സംവിധാനം ഉപയോഗിക്കുന്നത്. അതിൽ ഈ യാത്രാ വിമാനങ്ങൾ ഉൾപ്പെടെ കുടുങ്ങാറാണ് ഉണ്ടാവുക. യാത്രാ വിമാനങ്ങളെയും അത് ബാധിക്കാറുണ്ട്. ഇപ്പോൾ മന്ത്രി സഭയിൽ അറിയിച്ചത് പ്രകാരമാണെങ്കിൽ ഡൽഹി ഉൾപ്പെടെയുള്ള വിമാനത്താവളങ്ങളുടെ പരിസരങ്ങളിൽ ഈ GPS സ്പൂഫിംഗ് നടന്നുവെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇതുമൂലം വിമാനത്താവളങ്ങളെ ഇത് ബാധിച്ചിട്ടുണ്ട്. നിരവധി സർവീസുകളെ ബാധിച്ചതായിട്ട് കൂടി മന്ത്രി ഇന്ന് സഭയിൽ അറിയിക്കുകയുണ്ടായി. ഈ തെറ്റായ റേഡിയോ സിഗ്നലുകൾ അയച്ച് വിമാനങ്ങളെ വഴിതെറ്റിക്കുന്ന ഒരു രീതിയാണ് GPS സ്പൂഫിംഗ്. ഇതുമൂലം വലിയ നഷ്ടങ്ങൾ ഉൾപ്പെടെ വരാറുണ്ട്. കാരണം വിമാനങ്ങൾ കൃത്യസമയത്ത് ഇറക്കേണ്ട വിമാനത്താവളങ്ങളിൽ ഇറക്കാതെ അത് മറ്റു വിമാനത്താവളങ്ങളിലേക്ക് മാറ്റേണ്ട സ്ഥിതി ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട്. വലിയ അപകടങ്ങൾക്ക് വരെ ഇത് കാരണമായേക്കാം. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രവണതകൾ വിവിധയിടങ്ങളിൽ തുടരുന്നുണ്ടെന്നാണ് പറയുന്നത്. ഡൽഹി, ബാംഗ്ലൂരു, ഹൈദരാബാദ് തുടങ്ങിയ വിമാനത്താവള പരിസരങ്ങളിൽ കൂടി ഈ GPS സ്പൂഫിംഗ് നടന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി ഇപ്പോൾ മന്ത്രി ഇന്നിപ്പോൾ സഭയിൽ അറിയിച്ചിട്ടുണ്ട്. GPS സ്പൂഫിങ്ങിനോടൊപ്പം GNSS എന്ന് പറയുന്ന ഒരു ഇത്തരത്തിലുള്ള സമാനമായിട്ടുള്ള ഒരു കാര്യം കൂടി വിമാനത്താവളങ്ങളുടെ പരിധിയിൽ നടന്നിട്ടുണ്ട്. ഇത് കൃത്യമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ എപ്പോഴും ഉണ്ടാകുന്ന ഒരു സ്പൂഫിംഗ് അല്ല ഇത്. ഈ ഏതെങ്കിലും സമയത്ത് ഏതെങ്കിലും ഘട്ടത്തിൽ മാത്രമാണ് ഇത് ഉണ്ടാകുന്നത്. ആ സമയത്ത് യാത്രാ വിമാനങ്ങൾ ഉൾപ്പെടെ ബാധിക്കുന്നുണ്ടെന്നാണ് മന്ത്രി ഇന്ന് സഭയിൽ അറിയിച്ചത്. ശരി തൗഫീഖ്.